PSC കോഴയാരോപണം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഭരണകക്ഷി നേതാവ് 60 ലക്ഷം കോഴ വാങ്ങിയെന്ന ആരോപണം N. ഷംസുദ്ദീൻ MLA ആണ് ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചത്. ആരോപണം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നും പ്രതിപക്ഷം. സർ, ഇത് ഏറ്റവും വലിയൊരു വാർത്ത. ഒരു PSC അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് 60 ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ 22 ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിൻ്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ. ഇതിനു മുമ്പും PSC അംഗമാകുന്നതിന് ഇങ്ങനെ പണം കൈക്കൂലി കൊടുക്കുന്ന ഒരു വാർത്തകൾ വന്നിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഈ ജോലിയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ എന്ത് നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? കോഴയാരോപണം തള്ളാത്ത മുഖ്യമന്ത്രി തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടാകും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. നിർഭാഗ്യകരമായൊരു വശമാണത്. അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റ് പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഈ PSCയുമായി മുൻപ് ഉണ്ടായൊരു വലിയ വിവാദം എന്ന് പറയുന്നത് പോലീസ് ലിസ്റ്റ് വന്ന സമയത്ത് അതിൻ്റെ റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ടാണ്. അന്ന് വലിയ വിവാദവും ഒക്കെ ഉണ്ടായത്. അന്ന് PSC അപമാനിക്കാൻ ശ്രമിക്കുന്നു, PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ വാസ്തവം എന്താണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിപ്പോൾ PSC അംഗത്വത്തിന് വേണ്ടി 60 ലക്ഷം കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് വലിയ ആരോപണമായി വരുന്നത്. മുഖ്യമന്ത്രിയും അത് തള്ളുന്നില്ല, പക്ഷേ അല്ലേ? മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നൽകിയ മറുപടി എന്ന് പറയുന്നത് തട്ടിപ്പുകൾ പല വിധത്തിൽ നടക്കും, അതിനെതിരെ നടപടി ഉണ്ടാകും എന്ന മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നതാണ്. കോഴിക്കോട് നിന്നും ഒരു ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും അടുത്ത അനുയായി എന്ന് പറയപ്പെടുന്ന ഒരാൾ 60 ലക്ഷം രൂപ കോഴയായി ആവശ്യപ്പെടുന്നു PSC അംഗത്വം മറ്റൊരാൾക്ക് വാങ്ങി നൽകാനായി. പക്ഷേ അത് ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24 ലക്ഷം രൂപ ആദ്യ ഗഡു എന്നുള്ള നിലയിൽ ആ തുക കൈമാറി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇത് സംബന്ധിച്ച പരാതികളും ഉയരുന്നു. അതിനിടയിലാണ് വിഷയം ഇന്ന് നിയമസഭയിൽ ചോദ്യോത്തരവേളയ്ക്കിടെ N. ഷംസുദ്ദീൻ MLA മണർക്കാട് അംഗം സഭയിൽ ഉന്നയിച്ചത്. ഇത്തരത്തിൽ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടോ, PSCയുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന വിഷയമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഷംസുദ്ദീൻ പറഞ്ഞത്. എന്തായാലും മുഖ്യമന്ത്രി ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരം തട്ടിപ്പുകൾ PSCയെ അപകീർത്തിപ്പെടുത്താനായി പലപ്പോഴായി നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെതിരെ കർശന നടപടി ഉണ്ടാകും. അതിൻ്റെ നടപടി അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും മറ്റുമൊക്കെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്നു. ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി എന്നുള്ള നിലയിലേക്കാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നൊരു സംശയം കൂടി ഉയർന്നു വരികയാണ്. PSC അംഗത്വത്തിന് മാത്രമല്ല മറ്റ് ചില ദേവസ്വം ബോർഡ് അടക്കമുള്ളവയിലേക്കും കോഴ ആരോപണം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ CPM-ൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ PSC കോഴ ആരോപണം. JDS-ലും ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. JDS-ന്റെ നൽകിയിരിക്കുന്ന PSC അംഗത്തിൻ്റെ നൽകാനൊരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ് JDS-ൽ മുന്നിൽ ഉയർന്നു വരുന്ന പരാതി. എന്തായാലും PSC അംഗത്വ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വലിയ ചർച്ചയായി മാറുകയാണ്. നിയമസഭയിലും വിഷയം ഇന്ന് ഇപ്പോൾ ചർച്ചയാവുകയാണ്.